ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിൽ ഈ വീഡിയോയിൽ നമ്മൾ ഇറാനിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പം ലൈം ലൈറ്റിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിൽ ഈ മാപ്പിൽ ഞാൻ കാണിക്കുന്ന സ്ട്രൈറ്റ് ഓഫ് ഹോർമസ്. ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ വൈകാതെ തന്നെ ഇറാൻ ക്ലോസ് ചെയ്യും എന്നുള്ളൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അത് ശരിക്കും തുർക്കിയുടെ ഹക്കാൻ ഫിദാൻ ഫോറിൻ മിനിസ്റ്റർ ഇറാൻ്റെ ഉള്ളിലേക്ക് അബ്ബാസ് അരക്ചിയെ കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു, എന്താണ് ഇറാൻ്റെ സൈഡിലുള്ള റെസ്പോൺസ്, ഇതറിഞ്ഞിട്ട് ചർച്ച പരാജയപ്പെട്ടാൽ ഉടനെ തന്നെ ആക്രമണം നടത്താനാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന തരത്തിൽ പടയൊരുക്കങ്ങൾ കൂടുതലായിട്ട് ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക ഗൾഫ് മേഖലയിൽ. മിഡിൽ ഈസ്റ്റിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് പോലെ വൈഫൈ ഓൺ ദ സ്കൈ എന്ന് പറഞ്ഞ അവരുടെ എയർക്രാഫ്റ്റ്, ഈ സ്പൈ എയർക്രാഫ്റ്റ്, അത് ഒരെണ്ണത്തിന് പകരം 2 എണ്ണം അഡീഷണൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ E-2D ഹവാക്കി എന്ന് പറഞ്ഞ എയർബോൺ ത്രെട്ടുകളെ ജാം ചെയ്യത്തക്ക രീതിയിലുള്ള റഡാർ ജാമറാണിത്. അതോടൊപ്പം എയർബോൺ ത്രെട്ടുകൾക്ക് ഏർലി വാർണിംഗ് കൊടുക്കുന്ന സിസ്റ്റം കൂടിയാണ്. അതുപോലെ F-35C ലൈറ്റ്നിങ് 2 എയർക്രാഫ്റ്റുകൾ കൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ സൂപ്പർ ഹോർനെറ്റ്സ്, ഇതെല്ലാം തന്നെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളാണ്. EA-18G എന്ന് പറഞ്ഞ ഗ്രൗളർ വിമാനം, ഇത് ശരിക്കും ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് വാർഫെയർ, അതേപോലെ തന്നെ റഡാർ ജാമിംഗ്, അങ്ങനത്തെ സംഗതികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണിത്. അതുപോലെ എമർജൻസി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെലികോപ്റ്റേഴ്സ്, MH-60RS കാറ്റഗറിയിൽപ്പെടുന്ന സീഹോക്സ് ഹെലികോപ്റ്റേഴ്സ് ഒക്കെ തകൃതിയായിട്ട് കൊണ്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. അതായത് എമർജൻസി സിറ്റുവേഷൻസിൽ അവരുടെ സോൾജേഴ്സിന് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കാനുള്ള ഒരു ആംബുലൻസ് മാതൃകയിലുള്ള ഹെലികോപ്റ്ററാണ് ഈ സീഹോക്സ് എന്ന് പറയുന്ന ഈ കാറ്റഗറിയിൽപ്പെട്ട ഹെലികോപ്റ്റർ. ഇങ്ങനെ യുദ്ധസന്നാഹങ്ങളുമായിട്ട് റെഡിയായിരിക്കുകയാണ്. ചർച്ച പരാജയപ്പെടുന്ന പശ്ചാത്തലത്തിൽ ആക്രമണം തുടങ്ങാനാണ് US-ന്റെ തീരുമാനം. ഇന്ന് തകൃതിയായിട്ടുള്ള ചർച്ചകൾ പല സ്ഥലത്തും നടന്നു. അപ്പോൾ അതിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് ഡൊണാൾഡ് ട്രംപ് 1.25 മണിക്കൂർ ഫോണിൽ സംസാരിച്ചിട്ട് എടുത്ത തീരുമാനം എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ബഷീർ എന്ന് പറഞ്ഞ ആ ഒരു ആണവായുധ കേന്ദ്രത്തിൽ റഷ്യയുടെ സ്റ്റാഫ് ഉണ്ട് അവിടെ. അതായത് ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് പവർ പ്ലാന്റ് യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് എന്നുള്ള നിലയിൽ റഷ്യയും ഇറാനും ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ടുള്ള അവർ തമ്മിലുള്ള ആ കൊലാബറേഷൻ ഉണ്ട്. അപ്പം അതിന് നിങ്ങൾ അവിടെ ന്യൂക്ലിയർ പവർ പ്ലാന്റോ അല്ലെങ്കിൽ ആയുധത്തിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ സ്റ്റാഫുകളെ അവിടെ നിന്ന് ഉടനെ തന്നെ പിൻവലിക്കണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദമായ ചർച്ച 1.25 മണിക്കൂർ നീണ്ട ചർച്ചയാണ് അവിടെ നടന്നത്. അതിനെ തുടർന്ന് റഷ്യ ഈ ബഷീർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ന്യൂക്ലിയർ പ്ലാന്റിൽ നിന്ന് അവരുടെ സ്റ്റാഫിനെ വെക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ പുറത്തോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അവർ എക്സിറ്റ് ചെയ്തിരിക്കുകയാണ് ഇറാനിൽ നിന്നും. ഇത് നമ്പർ 1 മാറ്ററാണ്. അപ്പം ഇതൊക്കെയാണ് അറ്റാക്ക് നടക്കും എന്നുള്ള രീതിയിലുള്ള ധാരണകൾ പൊതുവിൽ പുറം ലോകത്തേക്ക് എത്തിക്കുന്ന മെസ്സേജുകൾ. ഈ പലരും അമേരിക്ക വന്നിട്ട് കുറേ നാളായി ഇതുവരെ ഇറാന്റെ മേളിൽ ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും നടത്തുന്നില്ല എന്നുള്ള തരത്തിൽ എത്തുന്ന സാഹചര്യത്തിലായിരിക്കും ഈ ആക്രമണം നടക്കുക പൊതുവിൽ. അതാണിപ്പോൾ ഇതിൻ്റെ ഒരു സ്വഭാവം. അപ്പം അതിനെ തുടർന്ന് ഇസ്രായേൽ, സെൻകോമിൻ്റെ ടീം, അതുപോലെ അമേരിക്ക, ഇവർ 3 പേരും കൂടി ചേർന്നിട്ട് ഏതാണ്ട് 3.5 മണിക്കൂറോളം സൗദി അറേബ്യയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതായത് സൗദി അറേബ്യ ആണല്ലോ വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. അപ്പം ഈ മേഖലയിൽ, മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സൗദി അറേബ്യ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൗദി അറേബ്യയെ കൺവിൻസ് ചെയ്യേണ്ടതിൻ്റെ ആ ഒരു അനിവാര്യത അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അമേരിക്ക കൃത്യമായിട്ട് സൗദി അറേബ്യയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 മണിക്കൂറോളം ചർച്ച നടത്തിയതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ സൗദി അറേബ്യയ്ക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, മിഡിൽ ഈസ്റ്റിൽ ആർക്കും അമേരിക്കയോട് എതിർപ്പൊന്നുമില്ല. ഇറാനെ അറ്റാക്ക് ചെയ്യുന്നതിൽ അതിന് മറ്റുള്ള രാജ്യങ്ങൾക്കൊന്നും തന്നെ അതിനകത്ത് പറയാനൊന്നുമില്ല. തന്നെ ഭാഗികമായിട്ട് മിഡിൽ ഈസ്റ്റ് അഥവാ ഏറ്റവും കൂടുതൽ ഏഷ്യൻ സൈഡിൽ ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിന് ഇതിൽ, അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആശങ്കയൊന്നുമില്ല. ഓൺലി ആശങ്ക എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ അമേരിക്ക ഉറപ്പുവരുത്തണം. ഏതാണ് ഈ ബോർഡറിൽ കിടക്കുന്ന ഇറാൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ രാജ്യത്തിന്റെ തൊട്ട് ഓപ്പോസിറ്റിൽ സ്ഥിതി ചെയ്യുന്ന കുറേ രാജ്യങ്ങളുണ്ട്. അറബ് രാജ്യങ്ങൾ, ചെറിയ ചെറിയ രാജ്യങ്ങൾ, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ, ഇങ്ങനെയുള്ള കുറേ രാജ്യങ്ങളുണ്ട്, UAE. ഇവർക്കെല്ലാമുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അമേരിക്ക വീഴ്ച വരുത്താൻ പാടില്ല. നമ്പർ 1. അത് അത്ര ഉറപ്പായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമോ, അതാണ് ചോദ്യം. ഇതിനുള്ള ഉത്തരം അമേരിക്ക എന്ത് കൊടുത്തു എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ചർച്ച വളരെ നീണ്ട ചർച്ചയായിരുന്നു. അപ്പം അതിനെ തുടർന്ന് സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നത്, ആക്രമണം നടത്തുന്നെങ്കിൽ അതിൽ ഉറച്ചു നിന്ന് ആക്രമണം നടത്തണം, അല്ലാതെ പകുതിക്ക് വെച്ചിട്ട് പിൻവലിഞ്ഞു പോകരുത്. അതായത് ഞങ്ങൾ മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഒരു മൂലയിലിരിക്കും, നിങ്ങൾ ആക്രമണം നടത്തും. അത് ഇൻഡയറക്റ്റ് ആയിട്ട് അമേരിക്കയുടെ ഇറാന്റെ മേലുള്ള ആക്രമണത്തിന് സമ്മതം കൊടുക്കുന്നത് പോലെ തന്നെയാണ്, മൗനം സമ്മതം എന്നുള്ള നിലയിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ലോങ് ടേം, അതായത് ചെയ്യുന്ന പ്രവൃത്തി വൃത്തിക്ക് ചെയ്തു പോവുക, അതാണ് സൗദി അറേബ്യയുടെ നിലപാട്. അല്ലാതെ പകുതിക്ക് വെച്ചിട്ട് നിങ്ങൾ മുങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ പെടും. അതാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പരമാവധി അമേരിക്കയുമായിട്ട് നടത്തിയ ചർച്ചയിൽ പറഞ്ഞു വെച്ച വിഷയം. അങ്ങ് റെജിം ചേഞ്ച് നടത്തിയിട്ട് പോവുക ഇറങ്ങിക്കഴിഞ്ഞാൽ.
അല്ലാന്നുണ്ടെങ്കിൽ തൊടണ്ട, മിണ്ടാതെ പോവുക. ഇതാണ് മറ്റുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ നിലപാട്. അതായത് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് അടയ്ക്കുന്ന ആ മൊമെന്റ് മുതൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ടാങ്കർ ഷിപ്പുകളെല്ലാം തന്നെ ചുറ്റിക്കറങ്ങി വരേണ്ടി വരും. ഇൻഷുറൻസ് പ്രൈസ് ഉയരും, അതിന് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും. അപ്പോൾ തീർച്ചയായിട്ടും ഓയിൽ പ്രൈസ് കൂടുന്നതിനോടൊപ്പം അതിന്റെ കമോഡിറ്റി ചാർജും കൂടി വർദ്ധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ പ്രൈസ് ഉയർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമേരിക്ക, ഇസ്രായേൽ പ്ലസ് അമേരിക്കൻ ചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ റെജീം ചേഞ്ച് എന്നുള്ളത് വളരെ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു വിഷയമായിട്ട് നോക്കി കാണുന്നുണ്ട് ഇറാനിൽ. പക്ഷേ ഇറാൻ അതേസമയം ഇത്തവണ നിങ്ങളുടെ അബ്രഹാം ലിങ്കനെ ഞങ്ങൾ മുക്കും എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇറാൻ ഭയങ്കര വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ള മിസൈലുകളൊക്കെ പരീക്ഷണം നടത്തി AI വീഡിയോ ഒക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് ടു ബാക്ക് വെല്ലുവിളികളാണ് നടക്കുന്നത്. പക്ഷേ അതേസമയം അമേരിക്കയുടെ പക്കൽ നിന്ന് വീഡിയോകളൊന്നും പുറത്തു വരുന്നില്ല. ഇറാന്റെ ഉള്ളിൽ നിന്ന് വരുന്ന അത്രയും വീഡിയോ അമേരിക്കയുടെ സൈഡിൽ നിന്നും വരുന്നില്ല. അമേരിക്ക ഒറ്റ സെന്റൻസ് ആണ്, ഹിറ്റ് ഹാർഡ്. അതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ യൂറോപ്പിൽ നിന്നും ജർമ്മനി, ഫ്രാൻസ്, UK ഇവരെല്ലാവരും അമേരിക്കയെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. പക്ഷെ അതേസമയം യൂറോപ്പിന്റെ ഉള്ളിൽ അമേരിക്കയ്ക്കെതിരെ മറ്റൊരു രീതി വ്യാപാര തർക്കങ്ങൾ, താരിഫ് യുദ്ധം, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ അവർ വ്യക്തമായിട്ട് എടുക്കുന്നുണ്ട്. ജർമ്മനിയിലെ മെർസ് ഫ്രെഡറിക് ചാൻസലർ, പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് യൂറോപ്പിന്റെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് താരിഫ് ഇട്ട് നമ്മുടെ വ്യാപാരത്തിനെയൊക്കെ തുലച്ചു കളയാം. അവരുടെ സ്വന്തം രാജ്യത്തിലെ കാര്യങ്ങൾ വിട്ടിട്ട് മറ്റുള്ള രാജ്യങ്ങൾക്ക് മേളിൽ കുതിര കയറാൻ വരുന്ന മാതിരിയുള്ള താരിഫുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ യൂറോപ്പിന് അറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്, യൂറോപ്യൻ യൂണിയനിന് അറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മൾ കൃത്യമായിട്ട് ചെറുത്ത് തോൽപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് അമേരിക്കയാണ് പറഞ്ഞത്, ട്രംപിനെതിരെയാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതിന് പകരം നേരിട്ട് മിസ്റ്റർ ട്രംപ് എന്നതിനെ വിളിച്ച് പറയാനുള്ള ആർജവം ജർമ്മനിയുടെ ചാൻസലർ ആയിട്ടുള്ള ഫെഡറിക് മെർസ് കാണിക്കണമായിരുന്നു. കാരണം ഇതിനേക്കാളും നേരിട്ട് പറയുന്നതാണ് നല്ലത്. കാരണം ആ രീതിയിലാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത അമേരിക്കയെ ചൊടിപ്പിച്ചിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ ചൈന സന്ദർശിച്ചതാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ചൈനയും UKയും തമ്മിൽ സ്റ്റേറ്റ്മെന്റ്, അത് ഏതാണ്ട് 60ഓളം ഡെലിഗേറ്റ്സുമായിട്ടാണ് പോയത്. 15ഓളം UK കമ്പനികൾ ചൈനയുമായിട്ട് ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്, അത് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. അതിലുപരിയായിട്ട് പറഞ്ഞിരിക്കുന്നത് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രോങ് റിലേഷൻഷിപ്പാണ് ചൈനയും UKയും എന്നാണ് കീർ സ്റ്റാർമർ പറഞ്ഞു വെച്ചത്. എത്രമാത്രം സൊഫിസ്റ്റിക്കേറ്റഡ് ആണെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. അതുപോലെ യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിരിക്കുന്നത് ഇനി 2 വർഷത്തേക്ക് ഉക്രൈന്റെ യൂറോപ്യൻ യൂണിയൻ മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള റെഫറൻഡം ഇവിടെ പാസ്സാക്കേണ്ടതില്ല. 2 വർഷത്തേക്ക് ഉക്രൈനിൽ സെലൻസ്കിയെ തഴഞ്ഞിരിക്കുകയാണ്. നിനക്ക് നാറ്റോയും ഇല്ല, ഇപ്പം യൂറോപ്യൻ യൂണിയനും ഇല്ല. ഇതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ. സെലൻസ്കിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇന്നലെ കൂടി പ്രിസണേഴ്സ് സ്വാപ്പ് എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ചർച്ച നടത്തിയിട്ട് അവർ പിടിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരും അതേപോലെ അതായത് കൊല്ലപ്പെട്ട സോൾജേഴ്സിന്റെ മൃതശരീരങ്ങളൊക്കെ ഇവർ കൈമാറാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ കൈമാറുമ്പോൾ എല്ലാ തവണയും ഈ വർഷങ്ങളായിട്ട് യുദ്ധം നടക്കുകയാണ്, ഇതിൽ ഒരു തവണ പോലും ഉക്രൈൻ കൂടുതൽ നമ്പർ അങ്ങോട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ സെലൻസ്കി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പറയുന്നത് ലക്ഷക്കണക്കിൽ സോൾജേഴ്സിനെ ഞങ്ങൾ അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിലാണ്, അതായത് ലക്ഷക്കണക്കിലാണ് പറയുന്നത്. 2 ലക്ഷം 3 ലക്ഷം എന്നാണ് കണക്കൊക്കെ പറയുന്നത് സെലൻസ്കി. പക്ഷേ ഈ പ്രിസണേഴ്സ് സ്വാപ്പ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ മൃതശരീരങ്ങൾ കൈമാറുന്ന സമയത്ത് ആ എണ്ണം എവിടെയാണെന്നുള്ളത് നമുക്ക് ഒട്ടും തന്നെ അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സെലൻസ്കി ആണെങ്കിൽ ഇന്നലെ കൊടുത്തത് 34 മൃതശരീരങ്ങൾ, റഷ്യൻ സോൾജേഴ്സിന് 34 ശരീരങ്ങളാണ് ഇന്നലെ കൈമാറിയത്. പക്ഷേ റഷ്യ കൈമാറിയത് 1000+ ആണ്. അത് എല്ലാ തവണയും അങ്ങനെ തന്നെയാണ്. പക്ഷേ സെലൻസ്കി ഇങ്ങനെ ഇത് പെരുപ്പിച്ച് കാണിക്കുകയാണ്. അത് ഒരു വിധത്തിൽ സെലൻസ്കി ലൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്രയും സ്ഥലം റഷ്യ കയറി പിടിച്ചിരിക്കുന്നത്. അതുപോലെ UK ചൈനയുമായിട്ട് വ്യാപാര ബന്ധം മാത്രമല്ല, ചൈന അവരുടെ ടൂറിസം പോളിസി എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് കാനഡയ്ക്ക് എന്താണ് ഓഫർ ചെയ്തത് അതേപോലെ 1 മന്ത് വിസ ഫ്രീ എൻട്രി, ആ ഒരു പെർമിഷൻ UK കൊടുത്തിട്ടുണ്ട്. അപ്പോൾ UK-കാർക്ക് ചൈനയിലേക്ക് 1 മന്ത് വിസ ഫ്രീ ആയിട്ട് എൻട്രി നടത്തിയിട്ട് പോവാം. അപ്പോൾ അതിലൂടെ അവർ കൂടുതലായിട്ട് ഈ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയാണ് ചൈന ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതുപോലെ കുറച്ച് സാധനങ്ങൾക്ക് ടാക്സ് കട്ട് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് മദ്യപാനം, ലിക്കർ ഐറ്റംസിനെല്ലാം തന്നെ ടാക്സ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് 2 രാജ്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കുടിയന്മാർക്ക് ഇനി വളരെ ഹാപ്പി ആയിട്ട് ചൈനയിലും UK-യിലും മാറി മാറി ആഘോഷിക്കാം. കുടിക്കാതിരുന്നാൽ അത്രയ്ക്ക് നല്ലത്. ഇനി അഥവാ കുടിക്കുന്നെങ്കിൽ ഡ്രിങ്ക് റെസ്പോൺസിബിളി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ സൗദി അറേബ്യ ഇറാന്റെ വിഷയത്തിൽ ഒരു ബാലൻസ്ഡ് ഗെയിമാണ് പ്ലേ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഇറാൻ ഓപ്പൺ ആയിട്ട് സപ്പോർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാവരും സ്വർണത്തിനെ കുറിച്ച് സംസാരിക്കാത്ത വീട് വളരെ ചുരുക്കമായിരിക്കും, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ആ രീതിയിലാണ് സ്വർണം എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് വൻ വിലക്കയറ്റത്തിലേക്ക് കുതിച്ച് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ അന്നേ സ്വർണം മേടിച്ച് വെച്ചാൽ മതിയായിരുന്നു, ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഇന്നേ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡയലോഗുകളൊക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അന്ന് നമ്മളുടെ കയ്യിൽ ആ പൈസ ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അപ്പോൾ പാസ്റ്റ് ടെൻസിൽ ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം അന്ന് നമ്മൾക്ക് ആ പ്രാപ്തി ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോളണ്ട് ആണെങ്കിൽ കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് 550 ടൺ സ്വർണ്ണ ശേഖരമാണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്, ഗോൾഡ് റിസർവ്. അത് അവർ ഗണ്യമായ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് 700 ടണ്ണായിട്ട് അവർ ഉയർത്തിയിട്ടുണ്ട്. വളരെ നിർണായകമായിട്ടുള്ള ഒരു മൂവാണ്, പ്രത്യേകിച്ച് യൂറോപ്പ് മേഖലയിൽ പോളണ്ട് വൻ മുന്നേറ്റം, അതാണ് മനസ്സിലാക്കേണ്ടത്.
UK പട്ടികയിൽ തന്നെ ഇല്ല കേട്ടോ. UK ഒക്കെ പാപ്പരായി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. പരമാവധി നമ്മൾ UK പലപ്പോഴായിട്ട് കുറ്റം പറയാറുണ്ട്. അവർ നമ്മുടെ കയ്യിൽ നിന്ന് സ്വർണ്ണം മോട്ടിച്ചുകൊണ്ട് പോയി, അതെടുത്തോണ്ട് പോയി, ഇതെടുത്തോണ്ട് പോയി. പക്ഷേ ഇപ്പം നിലവിലെ UK കയ്യിൽ ഒന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, പച്ചയായ യാഥാർത്ഥ്യം. ഉണ്ട്, വളരെ തുച്ഛമായ ക്വാണ്ടിറ്റിയാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പം നമ്മൾ സ്വർണ്ണത്തിന്റെ ഒരു പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലരും റോങ് ആയിട്ടുള്ള പെർസെപ്ഷനിൽ വന്നിട്ട് കമന്റ് ഇടുന്നതൊക്കെ കണ്ടായിരുന്നു. അതായത് 1800 ടൺ മാത്രമേ അമേരിക്കയിൽ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അമേരിക്കയുടെ കയ്യിൽ അങ്ങനെയൊന്നുമില്ല. സ്വർണ്ണം അവർ കലക്കി കുടിക്കുകയൊന്നുമല്ലോ. അവരുടെ കയ്യിൽ വൻതോതിൽ സ്വർണ്ണശേഖരം അവരുടെ കയ്യിലുണ്ട്, അവരുടെ പക്കലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അഥവാ അവരുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ അതിന് ഉത്തരം പറയേണ്ടി വരും. കാരണം ഗ്ലോബൽ ഗോൾഡ് റിസർവിൽ നിന്നും എടുത്തങ്ങനെ ചിലവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്ക അതിന് ഉത്തരം പറയേണ്ടി വരും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മൾ സ്വർണ്ണത്തിന്റെ ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 8133.1 ടൺ സ്വർണ്ണമാണ് അമേരിക്കയുടെ പക്കലുള്ളത്. 8000 ടൺ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ സ്വർണം പിൻവലിക്കാൻ വേണ്ടിയിട്ട് ജർമ്മനിയെ പോലത്തെ രാജ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 1200 ടണ്ണൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു 5 വർഷം ടൈമൊക്കെ എടുത്തേക്കാം. അവർ കുറച്ചായിട്ട് ഘട്ടമായിട്ടേ കൊടുക്കുള്ളൂ. പെട്ടെന്ന് അങ്ങനെ സ്വർണ്ണമൊന്നും അങ്ങനെ ചോദിച്ച ഉടനെ എടുത്ത് കൊടുക്കില്ല. അതിന്റെ അർത്ഥം അമേരിക്കയുടെ ഉള്ളിൽ സ്വർണ്ണം ഇല്ല എന്നല്ല. സ്വർണ്ണമൊക്കെ അവിടെ തന്നെ ഉണ്ട്. സ്വർണ്ണം അവർ എന്ത് ചെയ്യാനാണ്? രണ്ടാം സ്ഥാനത്ത് 3351 ടൺ സ്വർണവുമായിട്ട് ജർമ്മനിയാണുള്ളത് രണ്ടാം സ്ഥാനത്ത്. അതിലാണ് 1200 ടൺ അമേരിക്കയുടെ പക്കലുള്ളത്. മൂന്നാമത് 2814 ടൺ, അത് IMFന്റെ കയ്യിലാണ്. കാരണം ഈ IMF ശരിക്കും പറഞ്ഞാൽ ലോൺ കൊടുക്കുന്നത് ഗോൾഡിനെതിരെയൊക്കെ ലോൺ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ അവരുടെ കയ്യിൽ സ്വർണം കൊടുത്തിട്ട് ലോൺ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്ക് IMFന്റെ കയ്യിൽ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ സ്വർണ്ണമുണ്ട്. അവരാണ് മൂന്നാമത്തെ സ്വർണ്ണശേഖരം ലോകത്ത്. ഇറ്റലി 2451.8 ടൺ സ്വർണം ഇറ്റലിയുടെ കയ്യിലുണ്ട്. അവർക്കാണ് 4ാം സ്ഥാനം. 5ാം സ്ഥാനം ഫ്രാൻസിനാണ്. 2437 ടണ്ണാണ് ഫ്രാൻസിന്റെ സ്വർണ്ണശേഖരം. 6ാം സ്ഥാനം റഷ്യയാണ്, 2329 ടൺ സ്വർണം. 7ാം സ്ഥാനം ചൈനയാണ്, 2249 ടൺ. 8ാം സ്ഥാനം സ്വിറ്റ്സർലാൻഡ്, 1039 ടൺ സ്വർണം അവരുടെ കയ്യിലുണ്ട്. 9ാം സ്ഥാനം ഇന്ത്യക്കാണ്, 879.6 ടൺ സ്വർണ്ണമാണ് ഇന്ത്യയുടെ കയ്യിലുള്ളത്. ഇന്ത്യ ഇപ്പോൾ ഈ ഇടക്കാലം കൊണ്ടാണ് ഇത്രമാത്രം സ്വർണ്ണശേഖരം നമ്മൾ വർദ്ധിപ്പിച്ചത്. ഇതിനു മുമ്പ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ബോധമല്ലായിരുന്നു. എന്തായാലും അതൊരു പരിധി വരെ നന്നായി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇത് പോരാ. കാരണം ചൈനയെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു കോമ്പറ്റീറ്റർ ആണല്ലോ ചൈന. അപ്പോൾ നമ്മൾ പിന്നെ മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമില്ല. ചൈനയെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ചൈനയ്ക്ക് 2000+ ആണ് ചൈനയുടെ സ്വർണ്ണശേഖരം. നമുക്ക് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ കുറവാണ്. നമുക്ക് താഴെയുള്ളത് 846 ടൺ സ്വർണവുമായിട്ട് ജപ്പാനാണ്. പാകിസ്ഥാനൊന്നും ഈ ലിസ്റ്റിലൊന്നുമില്ല, അവരൊന്നും ഇതിനകത്തുനിന്ന് കയറത്തില്ല. അപ്പോൾ ഇതാണ് നിലവിലെ ഗോൾഡ് റിസർവിൻ്റെ അവസ്ഥ. ഇനി ഇന്ത്യക്ക് വേണമെങ്കിൽ ഒരു പണി ചെയ്യാം. അതായത് ഈ ഫോറിനേഴ്സിൽ ഈ നമ്മൾ പറഞ്ഞ പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഈ ആഭരണങ്ങൾ വാങ്ങിക്കുന്നതിൽ ഓർണമെന്റൽ ഗോൾഡ് അത് പർച്ചേസ് ചെയ്യുന്നതിൽ അത്ര ക്രേവ് ഉള്ള ആൾക്കാരല്ല മറ്റുള്ള രാജ്യത്തിൽ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇന്ത്യ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് വളരെ വലിയ ക്വാണ്ടിറ്റിയിലാണ്. ഇപ്പോൾ ഈ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു വിഷയം മാത്രം ചെയ്താൽ മതി. ജസ്റ്റ് ഈ കയ്യിലുള്ള സ്വർണ്ണങ്ങളുടെ ലീഗാലിറ്റി ഉറപ്പുവരുത്തണം. അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് പോർട്ടൽ ഓപ്പൺ ചെയ്യുക. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോർട്ടൽ തന്നെ ഓപ്പൺ ചെയ്യുക. ഒരു വീട്ടിലുള്ള ഈ സ്വർണം ഓൺ ചെയ്യുന്ന ആൾക്കാരുടെ ആധാർ കാർഡിൻ്റെ നമ്പറിൽ ഈ ഗോൾഡ് രജിസ്റ്റർ ചെയ്ത് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്വർണത്തിൻ്റെ കണക്കും കൂടി നമ്മൾ ലിസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായിട്ടും ഇത് ഇൻവെസ്റ്റ്മെന്റ് മാതൃകയിൽ വരില്ല. പക്ഷേ ഇന്ത്യക്കുള്ളിലുള്ള സ്വർണത്തിന്റെ ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് അത് പുറം ലോകത്തെ അറിയിക്കുമ്പോൾ തന്നെ അതൊരു ഞെട്ടിക്കുന്ന സത്യമായിട്ട് പുറത്തു വരും. അത് തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കുറച്ച് റെഗുലേഷൻസ് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അത് അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമാണ് ഇന്ത്യയുടെ യഥാർത്ഥ ആ ഒരു വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് ഈ സ്വർണം ആഭരണമായിട്ട് വാങ്ങുമ്പോഴത്തേക്കും അത് ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറിയിലല്ല പോകുന്നത്. തീർച്ചയായിട്ടും അതും പൈസ കൊടുത്ത് തന്നെയാണ് വാങ്ങിക്കുന്നത്, ഇല്ലാന്നില്ല. പക്ഷേ അത് ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡ് എന്നുള്ള നിലയിലല്ല പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് 2-3 ചെറിയ തിരുത്തലുകൾ ചെയ്താൽ മതി. സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വർണ്ണം ഏതെങ്കിലും ഒരു ജ്വല്ലറിയിൽ തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ആപ്പ് അല്ലെങ്കിൽ ഈ ഒരു രജിസ്ട്രേഷൻ സിസ്റ്റം എല്ലാ സ്വർണ്ണക്കടകളിലും ഇംപ്ലിമെന്റ് ചെയ്യണം. അതിലൂടെ ഈ വാങ്ങിക്കുന്ന സ്വർണം അവിടെ വെച്ച് തന്നെ ആ പോർട്ടലിൽ എൻട്രി ചെയ്ത് വേണം കൊടുക്കാൻ. അങ്ങനെ ആകുമ്പോഴത്തേക്കും അത് കസ്റ്റമർക്കും ഒരു ട്രസ്റ്റ് വർത്തിയായിട്ട് മാറും. അതൊരു ലീഗൽ പർച്ചേസ് ആയിട്ടും കൂടി മാറുകയാണ്. അപ്പോൾ ഇതിന്റെ സോഴ്സും കാര്യങ്ങളൊക്കെ, അതായത് ഇതിന്റെ സോഴ്സ് ഓഫ് ഇൻകം, ഈ സ്വർണ്ണം വാങ്ങിക്കാനുള്ള പൈസ എവിടെ നിന്ന് കിട്ടുന്നു, ഇതെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇതിനെ ഒരു അക്കൗണ്ടബിലിറ്റിയുടെ കീഴിൽ കൊണ്ടുവരാൻ പറ്റും. അതേസമയം നമ്മുടെ രാജ്യത്തിനുള്ള സ്വർണ്ണശേഖരത്തിന്റെ അളവും ഓർണമെന്റൽ ഗോൾഡിന്റെ ആ ഒരു ക്വാണ്ടിറ്റിയും കൂടി നമുക്ക് കൃത്യമായിട്ട് ഈ അക്കൗണ്ടബിലിറ്റിയിൽ കാണിക്കാൻ സാധിക്കും. നമ്മുടെ വീടുകളിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കാലങ്ങളായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്വർണ്ണത്തിന്റെ കൃത്യമായ അളവ് നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കും. അത് രാജ്യത്തിന് ഗുണം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എന്തായാലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയം കത്തി നിൽക്കുകയാണ്. ലാസ്റ്റ് മിനിറ്റ് ടോക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചർച്ച പരാജയപ്പെട്ടാൽ, അതായത് തുർക്കിയിൽ നിന്നും ഹക്കാൻ ഫിദാൻ വന്നിട്ട് ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അഥവാ ഇറാൻ അമേരിക്ക പറഞ്ഞ കണ്ടീഷൻസിന് ഒന്നും തന്നെ വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ
അമേരിക്ക ഇമീഡിയറ്റ് ആയിട്ട് ആക്രമണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് മൊമെന്റിലും ആവാം. ഇതാണ് ഇപ്പം നിലവിൽ കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്സ്. ഇതൊന്നും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പറയുന്നതല്ല, ഈ വരുന്ന വാർത്തകൾ ഞാൻ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നാളെ വന്നിട്ട് നിങ്ങൾ ഇറാനെ അമേരിക്ക എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്തില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഇത് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. അപ്പോൾ ഏതായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.